മംഗലാപുരം ബെൽത്തങ്കടിയിൽ PV അൻവർ MLAയുടെ ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഭൂമി കർണാടക സർക്കാരിന്റേതെന്ന് രേഖകൾ. 2.5 കോടി രൂപയ്ക്ക് അൻവർ വാങ്ങിയ ഭൂമിയിലാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തട്ടിപ്പ്. കർണാടക സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി ചൂണ്ടിക്കാട്ടിയാണ് അൻവർ 50 ലക്ഷം തട്ടിയതെന്ന് വ്യക്തമാകുന്ന രേഖകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. ബെൽത്തങ്ങാടി താലൂക്കിലെ മാൽഡോത്ത് കാരായിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് PV അൻവർ MLAയുടേതാണെന്ന് സാക്ഷ്യപ്പെടുത്തി 2021 ഡിസംബർ 28 ക്രൈംബ്രാഞ്ച് മഞ്ചേരി CJM കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണിത്. കാസർഗോഡ് സ്വദേശി K ഇബ്രാഹിമിൽ നിന്ന് 2011 നവംബറിൽ അൻവർ 2.5 കോടിക്ക് വാങ്ങിച്ചതാണ് ക്രഷർ നിൽക്കുന്നതുൾപ്പെടെ 26 ഏക്കർ സ്ഥലമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ അൻവറിന് ക്രഷർ നടത്താൻ കർണാടക സർക്കാർ നൽകിയ അനുമതി ഇങ്ങനെയാണ്. മാൽഡോത്തുള്ള 1 ഏക്കർ 60 സെന്റ് സ്ഥലം PV അൻവറിന് ക്രഷർ നടത്താൻ പാട്ടവ്യവസ്ഥയിൽ നൽകിയതാണെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ സ്റ്റോൺ ക്രഷർ അതോറിറ്റി ചെയർമാൻ നൽകിയ ഉത്തരവിലുണ്ട്. തണ്ണീരുബന്ധ പഞ്ചായത്തിന്റെ റിപ്പോർട്ടും അൻവറിന്റെ ക്രഷർ ഉള്ളത് പാട്ടഭൂമിയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തുർക്കളികെ ക്രഷർ യൂണിറ്റ് നടത്തിയിരുന്നത് K ഇബ്രാഹിം ആയിരുന്നു. പിന്നീട് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ PV അൻവർ MLA ഭൂമി പാട്ടത്തിനെടുക്കുകയായിരുന്നു. ഈ ക്രഷർ യൂണിറ്റ് കാണിച്ചാണ് അൻവർ മലപ്പുറം സ്വദേശി നടുത്തൊടി സലീമിൽ നിന്ന് 50 ലക്ഷം തട്ടിയത്. അൻവറിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP ആയിരുന്ന വിക്രമന്റെ നേതൃത്വത്തിലാണ്. കർണാടക സർക്കാരിന്റെ ഭൂമി തന്റെ ഭൂമിയാണെന്ന് കാണിച്ചാണ് PV അൻവർ MLA തട്ടിപ്പ് നടത്തിയത്. MLAയുടെ തട്ടിപ്പിന് ക്രൈംബ്രാഞ്ചും കൂട്ടുനിന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി S വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, PV അൻവറിന്റെ മറ്റ് തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരികയും അതിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തൊരു മാധ്യമപ്രവർത്തനാണ് താങ്കൾ. ഇപ്പോൾ ഒരു തട്ടിപ്പ് കൂടി പുറത്തു വരുന്നു. ഇതിൽ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഒരു തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നതിനൊപ്പം തന്നെ അതിൽ ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു നൽകിയ സഹായങ്ങൾ കൂടി, അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തിനാണ് ഈ പാട്ടഭൂമി അൻവറിന്റേതാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകിയത്? ഇത് കേവലം ഒരു പിഴവാണോ, അതോ അൻവറിന് തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണോ യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് ചെയ്തത്? രേണുക, അൻവറിന്റെ തട്ടിപ്പ് എന്നതിലപ്പുറം ഈ ക്രൈംബ്രാഞ്ച് പോലുള്ള ഒരു അന്വേഷണ സംവിധാനം എങ്ങനെ കൃത്യമായൊരു മോശമായ റിപ്പോർട്ട് അല്ലെങ്കിൽ അൻവറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം. കാരണം അൻവറിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകളെല്ലാം തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് കുറച്ചും അതിലും വലിയൊരു തട്ടിപ്പാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്രധാനമായും ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് ഈ 2011 K ഇബ്രാഹിം ആജി എന്ന് പറയുന്ന ആളുടെ കൈവശം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അയാൾ പാട്ട വ്യവസ്ഥയിൽ നടത്തിയിരുന്ന 1 ഏക്കർ 60 സെന്റ് സ്ഥലത്തെ ക്രഷർ പിന്നീട് അൻവറിന്റെ കൈവശം വരികയും 2018 അൻവർ ഈ പാട്ട വ്യവസ്ഥയിൽ നടത്തുകയായിരുന്നു. അതിന്റെ കാലാവധി ഈ വർഷം ഈ മാർച്ച് 30 കഴിയുമെന്നിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് 2.5 കോടിയുടെ സ്വത്ത് തന്റെ കൈവശമുണ്ട്, 26 ഏക്കർ സ്ഥലം ഈ ബെൽത്തങ്കടിയിലുള്ള തണ്ണീരുബന്ധ പഞ്ചായത്തിൽ തനിക്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് 50 ലക്ഷം രൂപ അൻവർ നടുത്തൊടി സലീമിൽ നിന്ന് വാങ്ങിക്കുന്നത് പരാതിക്കാരൻ. സലീം പിന്നെ ലാഭം തിരികെ ലഭിക്കാതെ വന്നപ്പോൾ സലീമാണ് പരാതിയുമായി പോലീസിൽ പോയി. പോലീസിന്റെ ഭാഗത്ത് കൃത്യമായൊരു സഹകരണം ഉണ്ടായില്ല. തുടർന്നാണ് കോടതിയിൽ പോകുന്നത്. തുടർന്ന് ഈ CJM കോടതി, മഞ്ചേരി CJM കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അൻവറിനെ വഴിവിട്ട് സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റു രേഖകൾ, ഇപ്പൊ കർണാടകയിലെ രേഖകൾ നമ്മൾ വിവരാവകാശ പ്രകാരം ശേഖരിച്ച രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ തണ്ണീരുബന്ധ പഞ്ചായത്തിന്റെ വിവരാവകാശമുണ്ട്, വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയുണ്ട്. ഇതിനകത്തും ഇവിടെ അൻവറിന് സ്വന്തമായി ഭൂമിയില്ല, പകരം പാട്ട വ്യവസ്ഥയിൽ 1 ഏക്കർ 60 സെന്റ് ഭൂമിയാണെന്ന് പറയുന്നുണ്ട്.
ഒപ്പം തന്നെ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ഈ ക്വാറി ക്രഷർ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്ന വിഭാഗമുണ്ട്. അവരുടെ റിപ്പോർട്ടിലും അൻവറിന് ഇവിടെ പാട്ടവ്യവസ്ഥയിലാണ് ഭൂമിയുള്ളത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കെയാണ് ക്രൈംബ്രാഞ്ച് 2 റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ കൊടുത്തത്. ഈ 2 റിപ്പോർട്ടിൽ അൻവറിനെ സഹായിക്കുന്ന രീതി ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ? ഒരു അന്വേഷണ ഏജൻസി ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അതിൽ ആ കേസിൽ ഈ വാദിക്ക് എതിരെ നിൽക്കുന്ന, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്നു എന്ന് വന്നാൽ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കൽ കൂടിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ വളരെ ഗൗരവം ഈ വിഷയത്തിലില്ലേ? പിന്നീടുള്ള കോടതി നടപടികൾ ഇപ്പോൾ ഈ യാഥാർത്ഥ്യം പുറത്തു വരികയാണ്. ഒരുപക്ഷെ പരാതിക്കാരന്റെയൊക്കെ ശ്രമഫലമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ യാഥാർത്ഥ്യം കോടതിക്ക് മനസ്സിലായിട്ടുണ്ടോ? കേസ് ഇനി പരിഗണിക്കാനിരിക്കുകയാണോ? രേണുക, ഇത് കോടതിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. കാരണം ഈ CJM കോടതി ആദ്യ റിപ്പോർട്ട് ശരിയല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പറയുന്നു. പിന്നീട് സലിം നടുത്തോടി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇതേ കേസിലാണ് അൻവറിനെ 3 ദിവസം തുടർച്ചയായി ED ചോദ്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ വിവരങ്ങൾ EDക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് അന്ന് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും ഇതിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറെ ഗൗരവമായ കാര്യം. അതനുസരിച്ചായിരിക്കും ഇനി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുക. അൻവറിന്റെ തട്ടിപ്പുകൾ സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട്. അതിന് ഒരു ഭരണകക്ഷി MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ എല്ലാ കേസുകളിൽ നിന്നും ഊരുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ കോടതിയെ ക്രൈംബ്രാഞ്ച് തന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ DYSP, അതായത് ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSP ആയിരുന്ന P. വിക്രമന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തത്. വിക്രമൻ ഇപ്പോൾ ASP ആയി പ്രമോഷൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും സർവീസിൽ തുടരുന്നുമുണ്ട്. അയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്, അതായത് അൻവറിന് അനുകൂലമായിട്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിക്കൊണ്ട് സാധാരണ ഫ്രോഡുകൾ നടത്തുന്ന പോലെയുള്ള തട്ടിപ്പാണ് കേരളത്തിൽ ഒരു MLA നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വിനേഷ്, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ കരാർ. ഇവർ തമ്മിലുള്ള കരാർ ഇതൊരു പാട്ടക്കരാർ ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൂടിയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ കർണാടക സർക്കാരിനെ കക്ഷി ചേർത്ത് കർണാടക സർക്കാരിൽ നിന്ന് ഒരു വിവരശേഖരണം കോടതി നടത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി തന്നെ ഈ രേഖകൾ കോടതിയിൽ എത്താനുള്ള സാഹചര്യമാണോ നിലനിൽക്കുന്നത്? രേണുക, തീർച്ചയായും അങ്ങനെ നടത്തേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് വിക്രമന്റെ റിപ്പോർട്ടിൽ പറയുന്നത് താൻ ബെൽത്തങ്കടിയിലുള്ള ഈ കാരായ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കൃത്യമായി തന്നെ തണ്ണീർബന്ധ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും ആ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ വ്യാജ റിപ്പോർട്ടാണെന്ന് നമുക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. കാരണം ഈ കർണാടകയിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും വ്യാജ റിപ്പോർട്ട് എന്ന് തന്നെ നമ്മൾ അങ്ങനെ പറയുന്നതായിരിക്കും ശരി. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം, ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ഇതിൽ വേണ്ടിവരും. കാരണം നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലുള്ള സംവിധാനം ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു സ്വതന്ത്ര ഏജൻസി എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷിക്കേണ്ടി വരും. ഒരുപക്ഷെ CBI അന്വേഷണം പോലുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇതിൽ വേണ്ടി വരിക. എങ്കിൽ മാത്രമായിരിക്കും കൃത്യമായ ഒരു വിവരം എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, എന്താണ് അവിടുത്തെ വിവരങ്ങൾ എന്നുള്ളത് അറിയുകയുള്ളൂ. കാരണം അൻവറിന് അവിടെ നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കാണുന്ന പോലെ തന്നെ അൻവറിന്റെ ക്രഷർ യൂണിറ്റ് ആണ്, അത് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിന് മുമ്പ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ ആയിരുന്നു. ഇബ്രാഹിം 10 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഇതിന്റെ പാട്ടക്കാലാവധി അൻവറിന്റെ പേരിലേക്ക് മാറ്റുന്നത്. അതാണ് പിന്നീട് അൻവർ 2.5 കോടിയുള്ള ആസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടുത്തൊടി സലീമിൽ നിന്ന് അതിന്റെ പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയത്. അപ്പൊ എന്തായാലും ഇതിൽ നടന്നിരിക്കുന്നത് വലിയ തട്ടിപ്പാണ്. ED ചോദ്യം ചെയ്ത പോലെ തന്നെ മറ്റുള്ള സ്വതന്ത്ര ഏജൻസികൾ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ട ഒരു കേസ് തന്നെയാണ്. സ്വാഭാവികമായും ഇതിൽ ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. മഞ്ചേരി കോടതിക്ക് കൃത്യമായി ഇത് ബോധ്യമായതാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ശരിയല്ലെന്ന്. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, ഇനി ഹൈക്കോടതിയിലാണ് ഇനിയുള്ളൊരു പ്രതീക്ഷ എന്ന് തന്നെയാണ് പരാതിക്കാരനും പറയുന്നത്. വിനേഷ്, ഇത് കോടതി പരിഗണിക്കുന്ന വിഷയമാണ്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് EDയുടെ ചോദ്യം ചെയ്യലുണ്ടായത്, PV അൻവറിനെ വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് എന്ന് വിനേഷ് സൂചിപ്പിച്ചുവല്ലോ. അന്ന് ആ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ ആ മൊഴിയെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ PV അൻവർ മാധ്യമങ്ങളോടൊക്കെ തട്ടിക്കയറുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളുടെ റിപ്പോർട്ടർ MS അനീഷ് കുമാറിന്റെ പല ചോദ്യങ്ങൾക്കും പ്രകോപനപരമായാണ് അദ്ദേഹം മറുപടി നൽകിയതൊക്കെ. ഒരു കാര്യങ്ങളും പുറത്തു പറഞ്ഞതുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ED ഒരു സമാന്തര അന്വേഷണം നടത്തുകയാണോ? എങ്ങനെയാണ് EDയുടെ നീക്കം? അത് ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ?
രേണുക, ED അന്വേഷണം നടത്തുന്നത് സലിം നടുത്തോടിയുടെ പരാതിയെ തുടർന്ന് തന്നെയാണ്. സലിം ഇതിൽ 2.5 കോടിയുടെ ആസ്തി തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ഈ 2.5 കോടി, കാരണം അൻവർ അന്ന് ഇൻകം ടാക്സ് പോലും അടയ്ക്കുന്നില്ല. കാരണം 40 ലക്ഷം രൂപയുടെ നഷ്ടം കടം തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദായ നികുതി വകുപ്പ് എന്നെ കൃത്യമായി കത്ത് നൽകുകയും ഇതിൽ ഇൻകം ടാക്സ് അടയ്ക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു കാലയളവിൽ അൻവറിന് എങ്ങനെ 2.5 കോടി രൂപ ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു അടിസ്ഥാനത്തിലാണ് സലിം നടുത്തോടി ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. കാരണം ഈ ക്രഷർ യൂണിറ്റിന് അതായത് 2.5 കോടി രൂപയ്ക്കാണ് ക്രഷർ യൂണിറ്റ് ഇബ്രാഹിം ഹാജിയിൽ നിന്ന് വാങ്ങിയെന്ന് അൻവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2.5 കോടി രൂപ ആദായ നികുതി പോലും അടയ്ക്കാതെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാൾ 2.5 കോടിക്ക് എങ്ങനെ ഇത് വാങ്ങി, അത് കള്ളപ്പണമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സലിം നടുത്തോടി പരാതി ഇഡിക്ക് നൽകുന്നത്. അതിനാണ് വിനേഷ് ഒന്ന് തുടരുക. ഇപ്പോൾ ഈ പരാതിക്കാരൻ സലിം നടുത്തോടി തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സലീം, താങ്കൾ തട്ടിപ്പിനിരയായിരിക്കുന്നു, പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എപ്പോഴാണ് ബോധ്യമായത്? താങ്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമയുദ്ധത്തിലാണല്ലോ. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ അൻവറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ വിഷയം കൂടി ഉയരുകയാണ്. താങ്കളുടെ ഈ തട്ടിപ്പിനിരയായി എന്ന ബോധ്യമായ നിമിഷം, അതിനുശേഷമുള്ള ഇതുവരെയുള്ള താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ശേഖരിക്കാനായിട്ടുണ്ട്? ഈ കേസിന്റെ അന്വേഷണം 2017 ആരംഭിക്കുന്നത്. 2012 ഈ പണം തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഈ മംഗലാപുരത്തുള്ള ഒരു ക്രഷർ മറ്റൊരാളുടെ ഒരു സ്ഥാപനം കാണിച്ചുകൊണ്ടായിരുന്നു ഈ പണം തട്ടിയെടുത്തിരുന്നത്. ഇത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പണം തിരിച്ചു ചോദിക്കുകയും അത് മറ്റ് ആളുകളെ ഇടപെടുത്തിക്കൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുഖേന തന്നെ അതിനുവേണ്ടി ശ്രമം നടത്തിയിരുന്നു. പിന്നീട് ഇലക്ഷൻ വന്ന സമയത്ത് 2016 ഇലക്ഷൻ വരാൻ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പണം തിരിച്ചു തരും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനുവേണ്ടി കാത്തു നിൽക്കുകയും പിന്നീട് 2017 വീണ്ടും കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചതിന് ശേഷമാണ് ഇതിൽ കേസ് കൊടുത്തത്. ആ കേസ് ആരംഭിച്ച ഉടനെ തന്നെ ആദ്യം അന്വേഷണ സംഘം വളരെ ഗൗരവപൂർവ്വം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് സാക്ഷിയായിക്കൊണ്ട് പണം ഇടപാടുകളുടെ എല്ലാ രേഖകളും കണ്ടെടുക്കുകയും പണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് PV അൻവർ സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് നല്ല നിലക്ക് മുന്നോട്ട് പോവുകയും തുടങ്ങുന്ന സമയത്ത് പിന്നീടുണ്ടായ ഏതോ ഇടപെടലുകൾ കാരണം കേസ് അട്ടിമറിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ മഞ്ചേരി പോലീസ് CI ഷൈജുവിന്റെ അന്വേഷണ സമയത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, ഞങ്ങൾ റിട്ട് ഹർജി ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇത് സിവിൽ കേസായി റെഫർ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അതേവരെ അദ്ദേഹം കണ്ടെടുത്തതായി പറഞ്ഞിരുന്ന ഒരു പ്രധാന രേഖയാണ് ഈ അൻവർ ഈ പ്രോപ്പർട്ടി 2,60,00,000 രൂപക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതിനുള്ള ഡോക്യുമെന്റ് സീസർ മാസ്റ്റർ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് കയ്യിലുണ്ട് എന്നുള്ളത്. അത് പിന്നീട് എവിടെയും ആർക്കും കാണുന്ന രൂപത്തിൽ കോടതിയിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായില്ല. പിന്നീട് ഈ CJM കോടതിയിൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളത് കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി റിട്ട് അനുവദിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം വീണ്ടും ആദ്യം തന്നെ അന്വേഷണം നടത്തിയിരുന്ന ജസ്റ്റിൻ അബ്രഹാം, അദ്ദേഹം ഇതേ വഴിയിൽ തന്നെ പോയിക്കൊണ്ട് ഇത് അൻവർ നേരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്, അവിടെ കുറെ കുംകി ലാൻഡ് എന്ന രൂപത്തിലുള്ള ലാൻഡ് അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ അധികാരികൾക്ക് DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ റിപ്പോർട്ട് ചെയ്യണ്ടേ. പക്ഷെ അതേ സമയത്ത് അവിടെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായും ഞങ്ങൾക്ക് മനസ്സിലായി ഈ തുർക്കളകെ ക്രഷർ എന്ന സ്ഥാപനം, അത് KE സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ ഞങ്ങളുമായിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നത് ആ വസ്തുവിനോടനുബന്ധിച്ചുള്ളത് പട്ടയ ഭൂമിയല്ല, പാട്ടമായി സർക്കാർ ഭൂമിയിലുള്ള 2 ഏക്കർ ഭൂമിയാണുള്ളത്. അത് ഇബ്രാഹിം ഹാജി എന്ന ആളുടെ ആണ് എന്ന് വളരെ വ്യക്തമായി രേഖകൾ അവിടുത്തെ അധികാരികളിൽ നിന്ന് കിട്ടുകയുണ്ടായി. പക്ഷെ അത് തന്നെ കാലാവധിയുള്ള ഒരു പാട്ടായതുകൊണ്ട് അത് എക്സ്പയറായി, അങ്ങനെ ഒരു പ്രോപ്പർട്ടിയെ ഇല്ലാതായി. ആ സമയത്ത് ഈ കേസിനെ നേരിടാൻ വേണ്ടി മറ്റൊരു ലൈസൻസ് അപേക്ഷിച്ചെടുത്തതാണ് ഇപ്പോൾ ആകെ ഉള്ളത്. 1.6 ഏക്കർ ഭൂമിയിൽ മറ്റൊരു സർവേ നമ്പറിലുള്ള
ഒരു പുതിയ ക്രഷറിനുള്ള ലൈസൻസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് എലക്ഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും. 2018 കിട്ടിയ ഒരു പാട്ടഭൂമി 1.6 ഏക്കർ മാത്രമാണുള്ളത്. ഈ കേസിനനുബന്ധിച്ച ഭൂമി സലിം നടുത്തുടി, ഇപ്പോൾ ഈ വിശദമായ വിവരങ്ങൾ വരുമ്പോൾ ക്രൈംബ്രാഞ്ച് കൂടി അങ്ങനെ ഒരു അന്വേഷണ സംവിധാനം കൂടി ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു, PV അൻവറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ള കാര്യമാണല്ലോ പുറത്തു വരുന്നത്. നിങ്ങൾ ഈ പാർട്ടി സംവിധാനങ്ങളിലൊക്കെയും നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെയാണ് അന്വേഷണ സംവിധാനം ഈ തട്ടിപ്പിന് ഒപ്പം നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകി കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇത് കോടതി മനസ്സിലാക്കുമെന്നും ഈ കീഴ്ക്കോടതിയിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കോടതി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈക്കോടതി കൂടി സമാനമായ നിലയിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതെ, ഞങ്ങൾ ഇത് വളരെ ക്ലോസ് ആയി ഫോളോ ചെയ്തൊരു കേസാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും DGPയെയും നേരിൽ കണ്ടുകൊണ്ട് ഈ കേസ് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതിനു ശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. DGPയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും ADGPയോട്, ക്രൈംബ്രാഞ്ച് ADGPയോട് നേരിട്ട് വിളിച്ചുകൊണ്ട് കേസ് സംബന്ധമായിട്ട് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു ADGP മാറുകയും ആ സമയത്ത് ടോമിൻ തച്ചങ്കരി ആയിരുന്ന സമയത്ത് ഞാൻ നേരിട്ട് വിളിച്ചിട്ട് ഈ കേസ് സംബന്ധമായിട്ട് പറയുകയും അദ്ദേഹം ശക്തമായി ഇടപെടാമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഈ അന്വേഷണ സംഘം ഏതോ രൂപത്തിലുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് ഈ രേഖയാണ് അവസാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ, അതായത് ഷൈജു ആദ്യം കണ്ടെടുത്തു എന്ന് പറയുന്ന, അതായത് ആദ്യത്തെ അന്വേഷണം പറഞ്ഞു. ശരി, വളരെ നന്ദി ശ്രീ സലീം നടുത്തുടി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്.